ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ പത്തനാപുരത്തോട്ട് പോകാൻ കേട്ടോ. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 2 ഓർഡേഴ്സാണ്. അതായത് ഓണത്തിന് വേണ്ടിയിട്ട് എനിക്ക് 2 ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് DTDCയിലോട്ടാണ് ആദ്യം പോകുന്നത്. എൻ്റെ കത്രിക ഇവിടെ വെച്ച് മറന്നുപോയി. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വന്നപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. കത്രിക എടുത്തു. ഇനി DTDC വരെ ഒന്ന് പോവാം. അപ്പം കഴിഞ്ഞ ദിവസം ഓണത്തിൻ്റെ 2 ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അതപ്പോൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അങ്ങനെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഓണത്തിന് ഓർഡർ കിട്ടുക എന്നുള്ളത് കേട്ടോ. അപ്പം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഓണത്തിന് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് തയ്ക്കണം, ഓർഡറൊക്കെ എടുക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് നടക്കും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ കിട്ടി. അതൊക്കെ എനിക്ക് ഇതുപോലെ കൊറിയറായിട്ട് അയച്ചു കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു കണ്ണാശുപത്രിയിലോട്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം അച്ഛനും മമ്മിയും കൂടെ പോയി കണ്ണാശുപത്രിയിലൊക്കെ പോയി കണ്ണൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെല്ലാനായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ കണ്ണാടിയൊക്കെ ഊരി കൊടുത്തിട്ട് പുതിയ കണ്ണാടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ. അങ്ങനെ പുതിയ കണ്ണാടിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ഒരു ഷോപ്പിലോട്ടായിരുന്നു, ഒരു ടെക്സ്റ്റൈൽസിലോട്ട് കേട്ടോ. എനിക്ക് വേറൊരു ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓണത്തിന് എത്തുമില്ല എന്നുള്ളത് സംശയമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും തയ്ച്ചയച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുതിയ തുണി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഓർഡറായിരുന്നു. ഇനി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ഓർഡറൊക്കെ ഇപ്പോഴേ എടുക്കണമായിരുന്നോ എന്ന് ചോദിച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് മെറ്റീരിയലൊക്കെ കാണിച്ചു. ലാസ്റ്റ് ഈ മെറ്റീരിയൽ എടുത്തുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. വിവോ V40 അടിപൊളിയാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒന്ന് നോക്കാനും റേറ്റ് നോക്കാനും ഒക്കെ കടയിൽ കയറി. എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണ് ഒന്ന് ഓർത്തത്, ഇന്ന് ഞങ്ങളുടെ അവിടുത്തെ പള്ളിയുടെ പെരുന്നാളായിരുന്നു കേട്ടോ. എൻ്റെ പള്ളിയിലെ പെരുന്നാളായിരുന്നു കേട്ടോ. അതായത് ഞാൻ കല്യാണത്തിന് മുമ്പ് പൊയ്ക്കൊണ്ടിരുന്ന പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പം ഈ വട്ടം വരുന്ന ഒരു കാഴ്ചക്കാരിയായിട്ട് ഞാൻ ഇവിടെ ഇന്ന് ആ റാസയൊക്കെ കാണുമായിരുന്നു. കുഞ്ഞിപ്പോൾ ഭയങ്കര നിർബന്ധം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവനെയും കൊണ്ട് പോവാതിരിക്കാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു കുറച്ച് പബ്ലിക്കായിട്ടുള്ള ഏരിയയിലോട്ടൊക്കെ ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വട്ടം പള്ളി പെരുന്നാളിനോ ഒരു കാര്യങ്ങൾക്കും എനിക്ക് സംബന്ധിക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹലോ, അപ്പം ഞാനിപ്പോൾ പത്തനാപുരത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയായിട്ട് ഇടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ആദ്യം നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്, അവിടുന്ന് പത്തനാപുരത്ത് പോവാണ്. അവിടെ ഇപ്പോൾ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ, ഓണത്തിൻ്റെ 5 രൂപ മുതൽ സാധനങ്ങൾ. അപ്പം എനിക്ക് മമ്മിക്ക് ഒരാഗ്രഹം അവിടെ പോകണം എന്നുള്ളത്. അപ്പം മമ്മി ഇപ്പോൾ പാലവളയിൽ പോയേക്കോ, മമ്മിയുടെ ചേച്ചി വല്യമ്മയുടെ അടുത്ത് പോയിട്ടുണ്ട്. അവർ 2 പേരും കൂടെ ബസ്സിൽ അങ്ങ് വരും. ഞങ്ങളിപ്പം ബൈക്കിൽ ഒരു സ്ഥലം വരെ പോയിട്ട് അവിടുന്ന് നേരെ പത്തനാപുരം പോകും. എന്നിട്ട് ഫെസ്റ്റിന് പോകണം. ഒപ്പം എനിക്കൊരു സാധനം കൂടെ വാങ്ങിക്കണം. എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാമേ. അപ്പുകുട്ടനും അച്ഛനും കൂടെ പാലവളയിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേനും അപ്പൂസും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഫ്രണ്ട് ഇരുന്ന് ഭാഗ്യത്തിന് വീടിൻ്റെ താഴെ എത്തിയപ്പോഴായിരുന്നു കൊച്ചു ഉറങ്ങി തുടങ്ങിയത്. പിന്നെ ഞാൻ എടുത്ത് എൻ്റെ മടിയിലോട്ട് അങ്ങ് എത്തി. ഭയങ്കര ഇരുട്ടായതുകൊണ്ട് കൂടുതൽ ഞാൻ അങ്ങോട്ട് വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ.
അപ്പം നേരത്തെ ഞാൻ ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ട് ഒരു സാധനം വാങ്ങാൻ കയറുന്നുണ്ടെന്നുള്ളത്, ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് കയറുന്നു എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അന്നും ആ കാര്യങ്ങളൊന്നും നടന്നില്ല. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പത്തനാപുരത്ത് ഇപ്പോൾ നടക്കുന്ന ഓണമേള, ഓണം ലാഭമേളയാണ്. കാരണം 5 രൂപ മുതൽ സാധനങ്ങളുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നെയും കൊച്ചിനെയും കൂടെ അവിടെ ആക്കിയിട്ട് മമ്മിയും വല്യമ്മയും കൂടെ ബസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ബൈക്കും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. പപ്പയും ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു സമയത്തേക്ക് പതുക്കെ നടന്ന് അതിൻ്റെ ആ ഫ്രണ്ട് വശത്തേക്കൊക്കെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. ശരിക്കും പറഞ്ഞാൽ നടന്നായിരുന്ന സമയത്ത് ഞങ്ങൾ കൂടെ ഒരു ഷോപ്പിൽ പോകത്തില്ലായിരുന്നു. അതേ ഒരു ഫീലൊക്കെ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ നമുക്ക് ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കിട്ടും. എന്ന് വെച്ചാൽ നാട്ടിൽ ഇത്രയും റേറ്റ് കുറവുണ്ടെന്നല്ല, എന്നാലും ഡിസ്കൗണ്ടിൽ നമുക്ക് സാധനം കിട്ടുന്ന ഒരു കടയുണ്ട്. അവിടെ അപ്പം പോകുമ്പം ഇതുപോലല്ല, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ടാണ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം പക്ഷേ ആ ഒരു പഴയ ഒരു ഫീല് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ എല്ലാ സാധനങ്ങളും നോക്കുക, വിലയൊക്കെ നോക്കുക, ഇഷ്ടമുള്ളതൊക്കെ എടുക്കുക, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണേ. ഇത്തിരി ലൂസുണ്ട്, തീരെ ചെറുതാവണ്ട. സൂപ്പറാണോ? സൂപ്പർ ആണോ? വലിയ ചെയ്യാൻ തോന്നുന്നു ഇല്ലയോ? പോരെ. അഞ്ചിലോ സാധനം എനിക്കും മമ്മിക്കും ആണെങ്കിൽ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുക, അല്ലെങ്കിൽ കൊച്ചു കൊച്ചുകായിട്ട് കറങ്ങാനൊക്കെ പോകുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. അത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ വേറൊരു വ്ലോഗിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം സാധനങ്ങൾ ഈ വട്ടം വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും സാധനങ്ങൾ ബൾക്കായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. അങ്ങനെ ഓണം ലാഭമേളയിൽ കയറി സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് വീണ്ടും ഞാൻ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഇന്നും പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. വിഷമത്തോടെ തിരിച്ചു പോരുന്നു. കുറച്ചധികം നാളായിട്ട് ഞാൻ അച്ഛനൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. ഇനി വാങ്ങുമ്പോൾ എന്തായാലും നല്ലൊരു ഫോൺ വാങ്ങണമെന്ന്. അത്യാവശ്യം നല്ല ഫോണാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറേ കാലം വെയിറ്റ് ചെയ്തിട്ട് കിട്ടുന്നത് കൊണ്ടോ എന്തോ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.